സിനിമയിലൊക്കെ അഭിനയിക്കുന്ന സായികുമാറിൻ്റെ വണ്ടിയാണിത്. ഹായ് നമസ്കാരം, കാർജേജിലേക്ക് സ്വാഗതം. അപ്പോൾ കാർജേജ് ഇന്ന് വന്നിരിക്കുന്നത് വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ മാളയിലെ ഗാരേജിൽ വർക്ക് നല്ല ടൈറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫേസ് ലിഫ്റ്റിങ്, പെയിൻറ്റിങ് കാര്യങ്ങൾ, സീറ്റ് വർക്ക് കാര്യങ്ങൾ അങ്ങനെയുള്ള വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫൈനലായിട്ട് ഒരു വണ്ടി ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നാഡോ ഗ്രേൻ അടിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ആയി. ബാക്ക് LED, ഫ്രണ്ട് പ്രൊജക്ടർ എന്നുള്ള രീതിയിലാണ്. ഇതിൻ്റെ സോളിഡ് കളറായതുകൊണ്ട് തന്നെ അതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. മെറ്റാലിക് ആകുമ്പോൾ മെറ്റാലിക് കുഴപ്പമൊന്നുമില്ല, അതും ഭംഗി, അതിൻ്റെ വേറെ ഭംഗി. ഇതാകുമ്പോൾ വേറെ ഇതൊന്നുമില്ല, കറക്റ്റ് നമ്മളിപ്പോൾ മിറർ ഫിനിഷിങ് ഒക്കെ ശരിക്കും ഇതിൽ കിട്ടുകയും ചെയ്യും. അതിൻ്റെ ഒരു ഫിനിഷിങ് വേറെ തന്നെയാണ് കേട്ടോ. അതെ, ഈ ഒരു ഫിനിഷിങ്ങിൽ അതിൻ്റെ പണികളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഫ്രണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അതാ ഈ ഒരു ടൈപ്പ് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇത് കളർ ചേഞ്ച് ചെയ്ത വണ്ടിയാണ് കേട്ടോ. സിൽവർ കളർ വണ്ടിയായിരുന്നു, അതിനാണ് നാഡോ ഗ്രേയിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. എൻജിൻ റൂം ഒന്ന് കാണിച്ചു കൊടുത്തതാ. എൻജിൻ റൂം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് തന്നെ വയറൊക്കെ മാസ്ക് ചെയ്ത് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഗ്യാരേജിൽ നമുക്ക് മറ്റൊരു വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സായികുമാർ സാറിൻ്റെ വണ്ടിയാണ്. അതായത് നമ്മുടെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന സായികുമാറിൻ്റെ വണ്ടിയാണിത്. സായികുമാർ സാറെന്ന് പറയാം. അപ്പോൾ ആ വണ്ടി നമ്മളിപ്പോൾ അടിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് റൈസിങ് ഗ്രീൻ അല്ലേ ബ്രിട്ടീഷ് റൈസിങ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെയിൻറ്റ് അടിച്ച് പുറത്തിറക്കിയിട്ടിരിക്കുകയാണ്. സീറ്റ് വർക്ക് ഉണ്ട് സാറിന്, അതേപോലെ ഫ്രണ്ട് സ്കർട്ട്, ബാക്ക് സ്കർട്ട്, ഫ്രണ്ട് പ്രൊജക്ടർ, ബാക്ക് LED അങ്ങനെയുള്ള ഒരുപാട് വർക്ക് ഉണ്ട്. വൈറ്റ് കളർ വണ്ടിയായിരുന്നു കേട്ടോ. വൈറ്റ് കളർ വണ്ടീനെയാണ് നമ്മൾ ഈ ഒരു കളറാക്കി അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതെ, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറഞ്ഞേക്കാം. ഈ കളർ അടിച്ചിരിക്കുന്നത് ഇപ്പം അടിച്ചത് നോക്കേണ്ട കാരണം ഇതിൽ ഇനി ഇതിൻ്റെ ഗ്രില്ല്, ഇതിൻ്റെ ബോണറ്റിൻ്റെ ക്രോം, അതേപോലെ ബാക്കിലെ ഡിക്കിയുടെ ക്രോം, അതേപോലെ ഒരുപാട് സാധനങ്ങൾ പിയാനോ ഫിനിഷിങ്ങിൽ വരും. ആ പിയാനോ ഫിനിഷിങ്ങിൽ വരുമ്പോഴാണ് ഈ ഒരു കളറിൻ്റെ യഥാർത്ഥ ഭംഗി. ഈ കളർ സെയിം നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. ആൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. ഈ കളർ സെയിം നമ്മളുടെയൊക്കെ രൂപഘടനയിലുള്ള ഗാരേജിൽ മുന്നേ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിൽ പെയിൻറ്റിങ് കഴിഞ്ഞ് നിൽക്കണം. ഇനിയിപ്പോൾ ഇതുമ്പോൾ പോളിഷിങ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു വണ്ടി ഫുറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രൈമറൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലുള്ള ബമ്പറുകൾ കയറ്റുമുള്ള പ്രോബ്ലംസ് ഒരുപാടുണ്ട്, അതേപോലെ പണിയും കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അകത്ത് പോവുകയാണെങ്കിൽ ഒരു വണ്ടി ഇവിടെ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇന്നോവയുടെ വൈറ്റ് അല്ലേ, ഇന്നോവയുടെ വൈറ്റ് അടിച്ച് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതിന് ഫില്ലറും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. പേൾ വൈറ്റ് ആണോ അത്? ലെക്സസ് പേൾ വൈറ്റ് അല്ലേ? ലെക്സസ് പേൾ വൈറ്റ് ആണ് കേട്ടോ. ഇന്നോവയുടെ വൈറ്റ് അല്ല, ലെക്സസ് പേൾ വൈറ്റ് ആണ്. അണ്ടർ കോട്ടും കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ളൂ, പെയിൻറ്റിങ് ബാക്കിയാണ്. പെയിൻറ്റിങ്ങിന് ഇപ്പോൾ ഫില്ലർ ബ്ലാക്ക് ആകുമ്പോൾ ആദ്യം ഇതിൻ്റെ ഫില്ലറും കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ പെയിൻറ്റ് ചെയ്ത് മാസ്ക് ചെയ്യും. ഇനിയിപ്പോൾ ഇത് റീമാസ്ക് ചെയ്യും, അതിനുശേഷം പെയിൻറ്റ് ചെയ്യും, അതിനുശേഷം മാസ്ക് റിമൂവ് ചെയ്ത് ക്ലിയർ കോട്ട് അടിക്കും. അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ അതിൻ്റെ പണികൾ ഇവിടെ ബൂത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ പുട്ടി വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് ചെറിയ തട്ടൊക്കെ തട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണികളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചെറിയ ടച്ചപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളുടെ ഈ ഒരു ഗ്യാരേജിലെ വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ളത് മുരിയാടുള്ള ഗ്യാരേജിലാണ്. മുരിയാടുള്ള ഗ്യാരേജിൽ കാലത്ത് തന്നെ നല്ലൊരു പണി കിട്ടി. നമ്മുടെ ഒരു കശുമാവ് ലൈംഗമേക്ക് വീണ് കറണ്ട് ഒരു ഫേസ് പോയി, 3 ഫേസിൽ ഒരു ഫേസ് പോയി. ഇരിഞ്ഞാലക്കുട KCB ആയിരുന്നു. അപ്പം തന്നെ വന്നത് ക്ലിയർ ചെയ്തു. അപ്പോൾ കാലത്ത് തന്നെ അതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഏതാ? ആ റിഫ്ലക്ടർ പഴയതല്ല, അത് LED ആക്കണം. അപ്പോൾ റിഫ്ലക്ടർ വെക്കണ്ട, ഫിറ്റ് ചെയ്യണ്ട അത് വെച്ചാൽ ഇല്ല. സെൻസറൊന്നും ഹോൾ അടിക്കണ്ട കേട്ടോ, കാരണം ഇത്രയ്ക്കും സെൻസർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ വണ്ടി നമ്മളിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വാഷിങ്ങും വാക്സ് പോളിഷിങ്ങും ബാക്കിയാണ് കേട്ടോ.
ഇത് ജസ്റ്റ് കാണിച്ചു തരാം. വാഷിംഗ് ഒന്നും ചെയ്തല്ല, എന്നാലും വർക്ക് ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സീറ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ടൈപ്പിൽ ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നാപ്പ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഔട്ടർ ഇത് ടൈപ്പ് 3 മോഡൽ വണ്ടിയായിരുന്നു. ടൈപ്പ് 3-നാണ് നമ്മൾ ഈ ഒരു മോഡലിലേക്കാക്കി മാറിയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ടൈപ്പിലേക്കാക്കി മാറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടി കണ്ണൂരിൽ നിന്ന് വന്ന വണ്ടിയാണ് കേട്ടോ. കണ്ണൂരിൽ നമ്മുടെ ഗാരേജിലേക്ക് വന്ന വണ്ടിയാണ്. ഓക്കെ, പാടുന്നത് ഇതിൻ്റെ ബാക്കിലെ ബമ്പർ സ്കർട്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈപ്പിലൊക്കെ. അപ്പോൾ ഇതൊക്കെ വാഷ് ചെയ്തിട്ട് ഫൈനലായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു നാഡോഗ്രെ അടിച്ച് ഫിനിഷ് ചെയ്ത് ഇട്ടു. പെയിൻറ്റിങ് കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ കട്ടിങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് മാറ്റ് ഫിനിഷിങ്ങിലേക്ക് ആക്കി ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതിങ്ങനെ മാറ്റാക്കിയതിന് ശേഷം എവിടെയെങ്കിലും എന്തെങ്കിലും സ്പോട്ടുകളൊക്കെ അത് ക്ലിയർ ചെയ്ത് ബഫ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കും. ഇനി ബഫ് ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഗ്ലോസി ആയി മാറും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ടൈപ്പ് 3 വണ്ടിയായിരുന്നു. ടൈപ്പ് 4ലേക്ക് കൺവേർഷൻ, പിന്നെ നാഡോഗ്രെ പെയിൻറ്റിങ്, സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് വർക്ക് ഇതിൻ്റെ സ്പോട്ടി അല്ല, നോർമൽ ടൈപ്പാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പണികളും കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ 2-3 വണ്ടികൾ പ്രൈമറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പുറത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ ഒരു വണ്ടി സിൽക്കി ഗോൾഡ് അടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി നമ്മളുടെ ഗാരേജിലേക്ക് കാർജജ മുരിയാട് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് വന്ന ഒരു വണ്ടിയായിരുന്നു. വണ്ടിക്ക് കുറച്ച് പണി കൂടുതലായിരുന്നു. പാച്ച് വർക്കിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ പെയിൻ്റ് അടിക്കാനുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ചയ്ക്ക്, ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയ്ക്കൊക്കെ ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളും ഏകദേശം ആവട്ടോ. സിൽക്കി ഗോൾഡാണ് അടിക്കാൻ പോണ കളറ്. അപ്പോൾ സിൽവർ അണ്ടറൊക്കെ അടിച്ച് പ്രൈമർ അടിച്ചു, ഷണ്ടർ കോട്ടും കാര്യങ്ങളൊക്കെ അടിച്ച് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഈ ഒരു വണ്ടിയും. ഇതും സിൽക്കി ഗോൾഡ് സെയിം കളർ തന്നെയാണ് അടിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ പണികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു, നമ്മളെ ഒരു വണ്ടി ഫുൾ പെയിൻറ്റിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. നമ്മൾ ഈ ഒരു സൈഡല്ല, ഇതിൻ്റെ ഈ ഒരു സൈഡ് നോക്കണമെങ്കിൽ നമ്മളൊരു വണ്ടി ഫുൾ പെയിൻറ്റിങ്ങിനായിട്ട് വരുമ്പോൾ ഒരുപാട് ടച്ചപ്പുകൾ ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് ടച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മാത്രം ടച്ച് ചെയ്യും. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളതിൽ ആരായാലും അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഒരുപാട് വേറിട്ട മെറ്റീരിയൽസ് ഓരോ ബോഡിയും ഓരോ പാനലിലും കയറിയിട്ടുണ്ടാവും. അതായത് ചിലവർ കുറഞ്ഞ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവും, ചിലർ നല്ല പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവും, ചിലവർ അടിച്ച പ്രൈമർ കുറഞ്ഞതായിരിക്കാം, പെയിൻറ്റ് നല്ലതായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ വരുമ്പോഴാണ് നമുക്ക് സ്ട്രിപ്പിംഗ് എന്നുള്ളൊരു ഇതിലേക്ക് എത്തേണ്ടത്. പക്ഷേ സ്ട്രിപ്പിങ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രിപ്പിങ് അത്രയ്ക്കും നല്ലൊരു കാര്യമല്ല. കാരണം നമ്മളുടെ ഈ ബോഡിയുമോ, ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ഉറച്ച് ക്ലിയർ ചെയ്ത് നമ്മുടെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെയിൻറ്റ് മാക്സിമം ലെവൽ ലെയർ. അതിനുശേഷം ഇത് തട്ടി ലെവൽ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മുടെ പെയിൻറ്റ് പണി കാര്യങ്ങളൊക്കെ തുടങ്ങാം കേട്ടോ. അപ്പോൾ അത്രയ്ക്കാണ് ഈ നമ്മുടെ മുരിയാടുള്ള ഗാരേജിലെ വിശേഷങ്ങൾ വരാം. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കാറില്ല, കാരണം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ബാധിക്കും എന്നുള്ളൊരു വിവരം ചെയ്യുന്ന ആൾക്ക് ഇല്ലാത്ത കാരണം തന്നെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വണ്ടി ഓടിച്ച് വീഡിയോസ് എടുക്കാനായിട്ട്. നമ്മൾ അപകടപരമായിട്ടൊന്നും എടുക്കാറില്ല. അവിടെ നിന്നൊരു വീഡിയോ പിടിക്കും, ഇവിടെ നിന്ന് പറയുന്നുള്ള രീതിയിലൊക്കെയുള്ള വീഡിയോസ് ആയിരുന്നു. പക്ഷെ അത് എന്താ ചെയ്യുക, ഇപ്പം നിവൃത്തിയില്ല. അപ്പോൾ അതേ കരുപ്പടന ഗാരേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല തിക്കും തിരക്കിലുള്ള പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ഗാരേജാണ് കേട്ടത്. അപ്പോൾ ഇവിടെ ഈ ഇടയ്ക്ക് കയറിയ മിക്ക വണ്ടികൾ കംപ്ലൈൻറ്റ് വണ്ടികളായിരുന്നു. പാച്ച് വർക്കൊക്കെ ഇതേ ഇപ്പോൾ ഈ വണ്ടീൻ്റെ കണ്ണി കണ്ട പാച്ച് വർക്കൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ ഉണ്ടായിരുന്ന വാഹനങ്ങളായിരുന്നു. ഇതൊക്കെ നല്ല രീതിയിൽ ഈ എടുത്ത് കളഞ്ഞിരിക്കുന്നതൊക്കെ പുട്ടിയാണ്. വന്നോളൂട്ടോ പോയപ്പോൾ ഇതൊക്കെ എടുത്ത് കളഞ്ഞതെന്ന് വെച്ചാൽ പുട്ടിയാണ്. ഈ ഇത്രയ്ക്കും ലെവലിൽ പുട്ടിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ള കംപ്ലൈൻ്റ് ആയിട്ടുള്ള വണ്ടികളാണ് കൂടുതലും ഈ കരുപ്പണ്ണ ഗാരേജിൽ ഈ ഒരു 3-4 മാസമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു സെറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടേക്ക് പോകണമെങ്കിൽ ബാബുവേട്ടൻ്റെ ഇവിടെ ഹെഡ്ലൈറ്റ് ബൾബ് പറഞ്ഞ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചിലർക്ക് LED വേണമെന്നൊക്കെ പറയുമ്പോൾ അതായത് ഈ ഒരു ടൈപ്പ് ഹെഡ്ലൈറ്റ് ബൾബ് ഇപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ വൈറ്റും ഒരെണ്ണത്തിൽ യെല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെ പണികളും കാര്യങ്ങളും നടക്കുന്നത് അത് ഈ വണ്ടിക്കുള്ളതാണ്. ഈ ഒരു വൈറ്റ് കളർ വണ്ടിക്കുള്ളതാണ്. ഇത് ക്യാൻഡി വൈറ്റ് പോളയ്ക്ക് വരുന്ന വൈറ്റാണ് നമ്മളിതിൽ അടിച്ചിരിക്കുന്നത്. ഫില്ലറും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. പോളിഷിങ് കാര്യങ്ങളൊക്കെ ബാക്കിയാണ് കേട്ടോ. കാരണം ഇതും ഒരുപാട് പണികളുണ്ട്. നമ്മളകത്തേക്ക് പോകണമെങ്കിൽ
അകത്തേക്ക് പോകണമെങ്കിൽ സാധനങ്ങളൊക്കെ നമ്മൾക്ക് പെയിൻറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഡാഷ്ബോർഡ് പെയിൻറ്റിങ് ഇൻറ്റീരിയർ മൊത്തം സാധനങ്ങൾ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. ഈ ചെറിയ ചെറിയ സാധനങ്ങളടക്കം നമ്മൾക്ക് പെയിൻറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ സമയം എടുക്കും. ഇതേപോലെ ക്ഷമയോടുകൂടി ക്ലീനൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കേണ്ടതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക് പ്രൈമർ ആപ്ലിക്കേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് പ്രൈമർ അടിക്കും, അതിനുശേഷം ചില ഏരിയകളിൽ സർഫേസർ അടിക്കേണ്ടി വരും, ചില ഏരിയകളിൽ പെയിൻറ്റ്, അതിനുശേഷം മാറ്റ് ക്ലിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. പിന്നെ ഒരുപാട് വണ്ടികളിലൂടെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഈ വണ്ടിയൊക്കെ ഈ ആഴ്ച അല്ലടാ, ഈ ആഴ്ച ഡെലിവറി ഉള്ള വണ്ടിയാണ്. അപ്പോൾ നല്ല ടൈറ്റിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.